Hi everyone, welcome back to Exam by Puzzle Mania episode 2. So episode 1 ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ചെക്കൗട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഇന്ന് ചെയ്യാൻ പോകുന്ന പസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന്റെ ആൻസേഴ്സ് താഴെ കമന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു പസിൽ നമുക്കൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം. If you add the square of Tom's age to the age of Mary, the sum is 62. But if you add the square of Mary's age to the age of Tom, the result is 176. Can you say what are the ages of Tom and Mary? അപ്പോൾ രണ്ട് പേരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ വയസ്സ് അല്ലെങ്കിൽ ഏജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടോമും അതുപോലെ തന്നെ മേരിയും. ഓക്കെ, അപ്പോൾ ടോമിന്റെ ഏജിന്റെ സ്ക്വയർ പ്ലസ് മേരിയുടെ ഏജ് എത്രയാണ്? 62 ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മേരിയുടെ ഏജിന്റെ സ്ക്വയർ പ്ലസ് ടോമിന്റെ ഏജ് എന്ന് പറയുന്നത് 176 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഫോം ചെയ്യാൻ പറ്റും. നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുന്നത് ടോമിന്റെ ഏജ് എത്രയാണ്, അതുപോലെ തന്നെ മേരിയുടെ ഏജ് എത്രയാണ് എന്നുള്ളതാണ്. സോ ഞാൻ ടോമിനെ ടി എന്ന് വിളിക്കുകയാണ്, അതുപോലെ തന്നെ മേരിയെ എം എന്ന് വിളിക്കുകയാണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക? ടോമിന്റെ ഏജിന്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് ടി സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും, പ്ലസ് മേരിയുടെ ഏജ് എം ഇസ് ഈക്വൽ ടു 62 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം, സ്ക്വയർ ഓഫ് മേരീസ് ഏജ്, ദാറ്റ് മീൻസ് എം സ്ക്വയർ പ്ലസ് ടോമിന്റെ ഏജ് എത്രയാണ്? 176 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെയും ഏജ് കണ്ടെത്തണം. അപ്പം നമ്മളിവിടെ കൃത്യമായിട്ട് ലോജിക് ഉപയോഗിക്കുക. ഏജ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയർ പ്ലസ് എം ഈസ് ഈക്വൽ ടു 62 ആവണം. നോക്കുക, ടി സ്ക്വയർ പ്ലസ് എം ഈസ് ഈക്വൽ ടു 62 ആവണം. അപ്പം നമുക്ക് ടിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്നിക്കെ വേണമെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, 8 വരാൻ പറ്റുമോ? കാരണം ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ 64 വരും. പക്ഷേ ആ സ്ക്വയർ, അതായത് ടി സ്ക്വയറിന്റെ കൂടെ എം ആഡ് ചെയ്യുന്ന സമയത്ത് ആകെ 62 വരുന്നുള്ളൂ. സോ നമുക്ക് അവിടെ ടീന്റെ വാല്യൂ ആയിട്ട് 8 വരൽ എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ടീക്ക് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നമ്മളോട് കൊടുത്തു, 1 മുതൽ 7 വരെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷനിൽ നിന്ന്, അതായത് ടി പ്ലസ് എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 176 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എമ്മിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്, അല്ലെങ്കിൽ എമ്മിന് ഏത് മുതൽ ഏത് വരെയുള്ള വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. എമ്മിന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി 13 പോസിബിൾ ആവോ? 13 പോസിബിൾ ആവും. 14 പോസിബിൾ ആവോ? ഇല്ല. 14ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 196 ആണ്. അതുവരെ പോകുന്നില്ല. നമുക്ക് 176 വരെ എന്ത് ചെയ്യുന്നുള്ളൂ? പോകുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് രണ്ടിന്റെയും പോസിബിൾ ആയിട്ടുള്ള കേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ടീന്റെ വാല്യൂ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 1 കൊടുത്തു. ഇപ്പൊ ടീന്റെ വാല്യൂ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 1 കൊടുത്തു. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്താ വരിക? ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 തന്നെയാണ് വരിക. അപ്പൊ എം ഈസ് ഈക്വൽ ടു 61 ആണ് വരിക. അങ്ങനെ ഒരു വാല്യൂ എമ്മിന് 61 വരൽ പോസിബിൾ ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു ടീന്റെ 1 വരുന്ന കേസ് നമുക്കൊന്ന് ജസ്റ്റ് ഒഴിവാക്കാം. ഇനി ഞാൻ ജസ്റ്റ് ടിക്ക് 2 കൊടുക്കാണ്. അപ്പൊ ടി സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 62 മൈനസ് 4, ദാറ്റ് മീൻസ് 58 ആണ്. എമ്മിന് 58 വരുന്ന കേസും അവിടെ പോസിബിൾ അല്ല. നെക്സ്റ്റ് നമ്മൾ ടി സ്ക്വയർ പ്ലസ് എം, ടീന്റെ പകരം നമ്മൾ 3 കൊടുക്കാണ്. ദാറ്റ് മീൻസ് ടി സ്ക്വയർ 9 വരും. 62 മൈനസ് 9 എന്ന് പറയുന്നത് 53 ആണ്. എമ്മിന് 53 വരുന്ന കേസും പോസിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ടിക്ക് 4 കൊടുക്കാണ്. ദാറ്റ് മീൻസ് 16 ആണ്. 62 മൈനസ് 16 എന്ന് പറയുന്നത് 60 മൈനസ് 14, ദാറ്റ് മീൻസ് നമുക്ക് 46 ആണ് വരുന്നുണ്ടായിരിക്കുക. സോ 46 വരുന്ന കേസും എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് ടിക്ക് 5 കൊടുക്കുന്ന കേസാണ്. ദാറ്റ് മീൻസ് നമുക്ക് 62 മൈനസ് 25, 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് മീൻസ് 25 പ്ലസ് 12 37 ആണ് വരിക. 37 വരുന്ന കേസും നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, ഇനി ടിക്ക് 6 വരുന്ന കേസ് 36 ആണ്. 36 നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് കുറക്കുന്ന സമയത്ത് നമുക്ക് 26 ആണ് വരിക. 26 എമ്മിന് എന്ത് ചെയ്യാൻ കഴിയില്ല, വരാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് വൺ, ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ആ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മറ്റാരുമല്ല, എന്താണ്? ടി ഈസ് ഈക്വൽ ടു 7 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി
ടോമിൻ്റെ ഏജ് എന്ന് പറയുന്നത് 7 ആണ്. ടോമിൻ്റെ ഏജ് 7 ആണ്. ഓക്കെ, ടോംസ് ഏജ് ഈസ് ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ ടോമിൻ്റെ ഏജ് 7 ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മേരിയുടെ ഏജ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുന്നത് 7 സ്ക്വയർ എത്രയാണ്? 49 ആണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, 49 പ്ലസ് എം ഈസ് ഈക്വൽ ടു 62. അങ്ങനെയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു 13 ആണ്. എം ഈസ് ഈക്വൽ ടു 13 ഒരു അലൗഡ് കേസ് ആണല്ലോ. യെസ്, എം ഈസ് ഈക്വൽ ടു 13 എന്ന് പറയുന്നത് ഒരു അലൗഡ് കേസ് ആണ്. ദാറ്റ് മീൻസ് മേരിയുടെ ഏജ് എന്ന് പറയുന്നത് 13 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ ഈ രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. എം സ്ക്വയർ 169 ആണ്. ആ 169ലേക്ക് 7 ആഡ് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അല്ലേ, ടീൻ്റെ വാല്യൂ ആയിട്ടുള്ള 7 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് 176 കിട്ടുന്നത്. സോ ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ മെർച്ചന്റ് ഹാസ് 9 ഗോൾഡ് കോയിൻസ് ബട്ട് ഹി നോസ് 1 ഈസ് എ ഫേക്ക്. The fake coin is made up of a cheaper metal and is lighter than the real gold coins. Okay, using a balance scale, what is the minimum number of times merchant must weight the coins to determine with certainty which one is fake? അപ്പോൾ കാര്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മെർച്ചന്റിന്റെ കയ്യിൽ 9 ഗോൾഡ് കോയിൻസ് ഉണ്ട്. ബട്ട് ആക്ച്വലി അതിലൊന്നും എന്തല്ല, ഗോൾഡ് കോയിൻ അല്ല. ഓക്കെ, അപ്പൊ കണ്ടാൽ എന്താണ്, നമ്മൾ ഗോൾഡ് കോയിൻ ആണെന്നാണ് വിചാരിക്കുന്നത്, ഐഡന്റിക്കൽ ആണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഒന്നെന്താണ്, ഒരു ചീപ്പർ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ അതിന് നോർമൽ ഗോൾഡ് കോയിനേക്കാളും വെയിറ്റ് കുറവാണ്, ലൈറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു വെയിങ് ബാലൻസ് ഉണ്ട്. അവിടെ നോക്കുക, ബാലൻസ് സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വെയിങ് ബാലൻസ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു രൂപത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പാനൊക്കെ ഉള്ള വെയിങ് ബാലൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ട് ഭാഗത്തും ഈക്വൽ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നോർമലി വല്ലാണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വെയിങ് ബാലൻസ് വെച്ചിട്ട് ഈ ഒരു 9 കോയിൻസും കയ്യിലുണ്ട്. ഇതിൽ നിന്ന് സെർട്ടനിറ്റിയോട് കൂടെ എന്ത് പറയണം? ഇതാണ് ആ ഒരു ലൈറ്റർ കോയിൻ അല്ലെങ്കിൽ ഫേക്ക് കോയിൻ എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെയിങ് ബാലൻസിൽ വെച്ചിട്ട് അദ്ദേഹം എത്ര തവണ ഈ ഒരു വെയിങ് പ്രോസസ്സ് നടത്തേണ്ടി വരും എന്നുള്ളതാണ്. വെയിങ് പ്രോസസ്സ് നടത്തുക എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഒന്നിൽ വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പാനിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 എണ്ണം പാനിൽ വെക്കാം, എങ്ങനെയും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ബട്ട് ഒരു തവണ വെയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ 1 ഓപ്പറേഷൻ എന്ന് മാർക്ക് ചെയ്യും. മിനിമം എത്ര ഓപ്പറേഷൻ ചെയ്താലാണ് വിത്ത് സെർട്ടനിറ്റി ഇതാണ് ആ ലൈറ്റർ കോയിൻ എന്ന് അദ്ദേഹത്തിന് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കുക, എങ്ങനെയാണ് ഇതിനെ സ്ട്രാറ്റജൈസ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യുക, ചിന്തിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ അടിപൊളി പസിൽസിനായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എപ്പിസോഡ് 3 നമുക്ക് വീണ്ടും കാണാം. ബൈ.